മരണപ്പെട്ട നിയമങ്ങളുടെയും മനുഷ്യവിരുദ്ധരായി മാറിയ കപട മൃഗസ്നേഹികളുടെയും തടവറയിലായ സർക്കാരിന്റെ പിടിപ്പുകേട് ഒരു കുഞ്ഞിന്റെ കൂടി ജീവനെടുത്തു. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ മലപ്പുറത്തെ പിഞ്ചു കുഞ്ഞിന്റെ ദാരുണാന്ത്യം അധികാര കേന്ദ്രങ്ങളുടെയും കോടതികളുടെയും കണ്ണു തുറപ്പിക്കുമോ? സാധ്യതയില്ല. ഇരകളിലേറെയും പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ്. നായപ്രേമം ഹോബിയാക്കിയ പൊങ്ങച്ചക്കാരുടെ പാഴ്വാക്ക് കേട്ടാണ് സർക്കാർ പേവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇന്ത്യയെ ലോകത്തൊന്നാമതാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ വീൺവാക്കുകൾ കേരളത്തിന്റെ തെരുവുകളെ തുറന്ന പട്ടിക്കൂടാക്കി മാറ്റി. സർക്കാർ സംരക്ഷിച്ച പേപ്പട്ടികളിലൊന്ന് മലപ്പുറത്തെ കുഞ്ഞിനെ കടിച്ചു കീറി. കഴിഞ്ഞ മാർച്ച് 29-നാണ് മലപ്പുറം പെരുവള്ളൂരിൽ മിഠായി വാങ്ങാൻ പോയ സിയ എന്ന പെൺകുട്ടിയെ തെരുവുനായ കടിച്ചത്. 6 വയസ്സ് തികയാത്ത കുട്ടിക്ക് 3 മണിക്കൂറിനകം പ്രതിരോധ വാക്സിൻ എടുത്തു. പക്ഷേ കഴിഞ്ഞ ദിവസം കടുത്ത പനിയുണ്ടായതിനെ തുടർന്ന് വീണ്ടും മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ഇന്നലെ പുലർച്ചെ മരിച്ചു. തലയ്ക്ക് കടിയേറ്റതുകൊണ്ടാണ് പ്രതിരോധ വാക്സിൻ ഫലിക്കാതെ പോയതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. വാക്സിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കാമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞത്. മരണകാരണം വെളിപ്പെടുത്തലിനും ഇത്തരം അന്വേഷണ പ്രഹസനങ്ങൾക്കും അപ്പുറം തെരുവുനായ ശല്യത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. വന്ധ്യംകരണമാണ് പരിഹാരമെന്ന നുണയിൽ ചുട്ടെടുത്ത ABC നിയമത്തിലൂടെ സർക്കാരുകൾ പാഴാക്കിയത് 1/4 നൂറ്റാണ്ടാണ്. ഈ നിയമമാണ് തെരുവുനായ ആക്രമണം പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം. ഓരോ മരണവും സംഭവിക്കുമ്പോൾ നിയമത്തിന്റെ ചുവട് പിടിച്ച് കുറെ ഔദ്യോഗിക പ്രസ്താവനകൾ ഇറക്കും. ഒന്നും സംഭവിക്കില്ല. 2001-ൽ ABC നിയമം പ്രാബല്യത്തിൽ വന്നെങ്കിലും നായ്ക്കൾ കഴിഞ്ഞാടാൻ അവസരവും മൃഗസ്നേഹികളുടെ അപ്രായോഗിക വായാടിത്തങ്ങൾക്ക് നിയമപ്രാബല്യവും ലഭിച്ചതും കോടികൾ മുടിപ്പിച്ചതും ഒഴിച്ചാൽ നാടിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. തെരുവുനായകളെ സംരക്ഷിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അതിനുള്ള ലൈസൻസ് അനുവദിക്കാൻ 2024 മാർച്ചിൽ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. തെരുവുനായകൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ നായപ്രേമികൾ രംഗത്ത് വരുമെന്നും തെരുവുനായകളെക്കാൾ മനുഷ്യർക്ക് പരിഗണന നൽകണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും ജഡ്ജി പറയുകയും ചെയ്തു. ഫലമൊന്നും ഉണ്ടായില്ല. 1960-ലെ മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമത്തിന്റെ സെക്ഷൻ 38-ലെ ഉപവകുപ്പ് 1, 2 നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിച്ചാണ് ABC നടപ്പാക്കിയത്. കേരളത്തിൽ ഉൾപ്പെടെ ഒരൊറ്റ സംസ്ഥാനത്ത് പോലും തെരുവുനായ ശല്യം കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, നായ്ക്കളുടെ കടിയേൽക്കുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. ഫലത്തിൽ മൃഗങ്ങളോടുള്ള ക്രൂരത തടയാനുള്ള നിയമം മനുഷ്യരോടുള്ള ക്രൂരതയായി മാറി. പേവിഷബാധയേറ്റ് ലോകത്താകെ ഏകദേശം 60,000 പേർ വർഷം തോറും മരിക്കുമ്പോൾ അതിൽ 20,000 ഇന്ത്യയിൽ. ആഗോള പേവിഷ മരണങ്ങളുടെ 36%. യഥാസമയം വാക്സിൻ എടുത്താലും മരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും കാഴ്ചക്കാരായി നിൽക്കുകയാണ് സർക്കാർ. പെറ്റുപെരുകി നാട്ടിലിറങ്ങുന്ന വന്യജീവികളെയും അക്രമികളായ തെരുവുനായകളെയും കൊന്നു നിയന്ത്രിക്കണമെന്ന പ്രായോഗിക വാദത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പല ലോകരാജ്യങ്ങളും നടപ്പാക്കുകയും ചെയ്തു. അമേരിക്കയിൽ വർഷത്തിൽ ഏകദേശം 27 ലക്ഷം നായ്ക്കളെയും പൂച്ചകളെയും ദയാവധം നടത്തുന്നുണ്ട്. പേവിഷബാധ മുക്തമായ ജപ്പാനിൽ പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രങ്ങളിലും മൃഗസംരക്ഷണ ഷെൽട്ടറുകളിലുമായി ഏകദേശം 50,000 നായ്ക്കളെയും പൂച്ചകളെയും കൊല്ലുന്നുണ്ട്. ഇവിടെ അയ്യോ ക്രൂരത എന്ന് വിലപിക്കുന്നവർക്ക് കൊല്ലപ്പെടുകയും ജീവച്ഛവമായി മാറുകയും ചെയ്യുന്ന 10,000-കണക്കിന് മനുഷ്യരെയും അവരുടെ കുടുംബങ്ങളെയും നിർവികാരതയോടെ അവഗണിക്കാനും അറിയാം. വാഹനാപകടങ്ങളും കടിയേൽക്കുന്ന വളർത്തുമൃഗങ്ങളും വേറെ. എന്തൊരു കാപട്യമാണിത്! നമ്മുടെ നിയമങ്ങൾ എന്നാണ് ജനോപകാരപ്രദമാകുന്നത്? 2023-ലെ കണക്കനുസരിച്ച് നായ്ക്കളിൽ നിന്നുള്ള പേവിഷബാധയിലൂടെ ഉണ്ടാകുന്ന ആഗോള സാമ്പത്തിക ബാധ്യത 73,000 കോടിയിൽ പരം രൂപയുടേതാണ്. 2022-ലെ കണക്കനുസരിച്ച് 10,000 കോടി രൂപയുടെ വാക്സിനാണ് വിറ്റഴിഞ്ഞത്. ഓരോ വർഷവും കുതിച്ചുയരുന്ന കച്ചവടമാണിത്. നായ്ക്കളുടെ കടിയേറ്റ് കഴിഞ്ഞ വർഷം 3.16 ലക്ഷം പേർ കേരളത്തിൽ ചികിത്സ തേടി. ഗുരുതരമായി കടിയേറ്റവർക്ക് നൽകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിന് 3,400 മുതൽ 6,000 രൂപ വരെ വിലയുണ്ട്. തെരുവ് നായ്ക്കളില്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ജനങ്ങളോട് കൂറും ഇച്ഛാശക്തിയുമുള്ള ഒരു സർക്കാർ നിലവിൽ വരുന്ന അന്ന് തീരും ABC വന്യജീവി സംരക്ഷണവും പോലുള്ള മനുഷ്യവിരുദ്ധ നിയമങ്ങൾ. മലപ്പുറത്തെ കുഞ്ഞിന് വാക്സിൻ ഫലിക്കാതെ പോയതും മരണകാരണമൊക്കെ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞാൽ മതി. പക്ഷേ കെടുകാര്യസ്ഥതയുടെ ബലിക്കലിൽ ABC മന്ത്രങ്ങൾ ഉരുവിട്ട് ഇനി എത്ര മനുഷ്യരെ കിടത്തുമെന്ന് സർക്കാരുകൾ പറയണം.